ഹായ് ഫ്രണ്ട്സ്, പ്ലൂരടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 സ്റ്റെപ്പ് ഹോസ്പിറ്റൽ വയറിംഗ് ആണ്. അതിനായി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 വേ സ്വിച്ചും അതുപോലെ തന്നെ ഒരു 1 വേ സ്വിച്ചും 2 ഹോൾഡറുമാണ്. അതിൻ്റെ കൂടെ ഒരു ഡിമ്മറും റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് 2 സ്റ്റെപ്പ് ഹോസ്പിറ്റൽ വയറിംഗ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി തന്നെ നമ്മൾ ബൾബ് ഹോൾഡറിൻ്റെ ഒരു ടെർമിനലിൽ നിന്നും റെഡ് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ബൾബ് ഹോൾഡറിൽ 2 ടെർമിനലാണ് ഉണ്ടാവുക, ഒന്ന് ന്യൂട്രും ഒന്ന് ഫേസും. ഫേസ് കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഹോൾഡറിൽ നിന്നും എടുത്തിട്ടുള്ള ആ റെഡ് വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് 1 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. 1 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്താണ് ആ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബൾബ് ഹോൾഡറിൽ ഫേസ് കണക്ഷൻ എത്തി. സ്വിച്ചിൻ്റെ ഔട്ട് പോയിന്റിൽ നിന്നും ബൾബ് ഹോൾഡറിലേക്കാണ് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബൾബ് ഹോൾഡറിലേക്ക് നമുക്ക് ഒരു ന്യൂട്രൽ കണക്ഷൻ കൊടുക്കണം. അതാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ഒരു ബ്ലൂ വയർ ആണ് എടുക്കുന്നത്. ബ്ലൂ വയർ ഹോൾഡറിൻ്റെ അടുത്ത ടെർമിനലിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ ടെർമിനലിൽ നിന്നും എടുത്ത ന്യൂട്രൽ വയർ നമ്മൾ 2 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആദ്യം ഫേസ് കണക്ഷൻ നമ്മൾ 1 വേ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിൽ കണക്ട് ചെയ്തു. ആ ഹോൾഡിൽ നിന്ന് തന്നെ വരുന്ന ന്യൂട്രൽ വയർ 2 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള ടെർമിനലിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹോൾഡറിലേക്കുള്ള ഫേസും ന്യൂട്രും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി അടുത്ത ഹോൾഡറാണ് എടുക്കുന്നത്. ആ ഹോൾഡറിൻ്റെ കണക്ഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. 2 ഹോൾഡറും ഒരു 1 വേ സ്വിച്ചും ഒരു 2 വേ സ്വിച്ചും ഒരു ഡിമ്മറുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബൾബ് ഹോൾഡറിൽ നിന്നും ഒരു റെഡ് വയർ തന്നെ നമ്മൾ കണക്ട് ചെയ്തു. രണ്ടാമത്തെ ബൾബ് ഹോൾഡറിൽ നിന്നും കണക്ട് ചെയ്ത ഫേസ് വയർ അല്ലെങ്കിൽ റെഡ് വയർ നേരെ നമ്മൾ ആദ്യം ചെയ്തു വെച്ച ബൾബ് ഹോൾഡറിൻ്റെ റെഡ് വയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത് എടുത്ത ഹോൾഡറിൽ നിന്നും റെഡ് വയർ ഫസ്റ്റ് എടുത്ത ബൾബ് ഹോൾഡറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഇത് കണക്ട് ചെയ്യുന്നതോടെ ഒന്നാമത്തെ ഹോൾഡറിലും രണ്ടാമത്തെ ഹോൾഡറിലും നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടി. ഇതാണ് ബൾബ് ഹോൾഡറിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ബൾബ് ഹോൾഡറിലേക്ക് ഒരു ന്യൂട്രൽ കണക്ഷൻ കൊടുക്കണം. ഇപ്പോൾ 2 ഹോൾഡറിലും ഫേസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ഹോൾഡറിൽ നിന്നും 1 വേ സ്വിച്ചിലേക്കാണ് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്തത്. അതേ വയറിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ഹോൾഡറിലേക്കും നമ്മൾ ഫേസ് വയർ കണക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ കണക്ഷൻ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഹോൾഡറിലേക്കുള്ള ന്യൂട്രൽ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. അത് 2 വേ സ്വിച്ചിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ന്യൂട്രൽ വയർ കണക്ഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഹോൾഡറിൽ നമ്മൾ ബ്ലൂ വയർ തന്നെയാണ് ന്യൂട്രലായി കണക്ട് ചെയ്യുന്നത്. ആ ബ്ലൂ വയർ നേരെ 2 വേ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടെർമിനലിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 ബൾബ് ഹോൾഡറിലേക്കും നമുക്ക് ഫേസും ന്യൂട്രും കണക്ട് ചെയ്തു കഴിഞ്ഞു. 2 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഒരു ഹോൾഡറിലേക്കും രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് രണ്ടാമത്തെ ഹോൾഡറിലേക്കുമാണ് നമ്മൾ ന്യൂട്രൽ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിമ്മർ അഥവാ റെഗുലേറ്ററിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. റെഗുലേറ്ററിന് 2 വയർ ഉണ്ടാകും. അതിൽ ഒരു വയർ നമ്മൾ നേരെ 1 വേ സ്വിച്ചിൻ്റെ അടിഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെഗുലേറ്ററിൻ്റെ രണ്ടാമത്തെ വയർ
ടു വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതോടുകൂടെ നമ്മുടെ വയറിംഗ് കണക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സപ്ലൈ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതിൽ നമ്മൾ കൊടുത്ത എല്ലാ കണക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്നെ ബൾബ് ഹോൾഡറിലേക്ക് നമ്മൾ ന്യൂട്രൽ വയർ കണക്ട് ചെയ്തു. ടു വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു വയറും അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു വയറും എടുത്ത് ഓരോ ബൾബ് ഹോൾഡറിലേക്കാണ് കണക്ട് ചെയ്തത്. വൺ വേ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിൽ നിന്നും ഒരു ഹോൾഡറിലേക്കും ആ ഹോൾഡറിൻ്റെ ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഇനി നമുക്ക് സപ്ലൈ കണക്ഷൻ കൊടുക്കാനായി ഒരു യെല്ലോ കളർ വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ യെല്ലോ വയറും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിമ്മറിൻ്റെ ഒരു വയർ വൺ വേ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വയറും കൂട്ടിപ്പിരിച്ചാണ് വൺ വേ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫേസ് നേരെ നമ്മുടെ വൺ വേ സ്വിച്ചിലേക്കും അതുപോലെ തന്നെ ഡിമ്മറിലേക്കും ഫേസ് കണക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ന്യൂട്രൽ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ന്യൂട്രൽ കണക്ഷൻ കൊടുക്കാനായി നമ്മൾ ഇവിടെ ബ്ലാക്ക് കളർ വയറാണ് എടുത്തിട്ടുള്ളത്. ആ വയർ നേരെ ബൾബ് ഹോൾഡറിൻ്റെ ന്യൂട്രൽ കണക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സപ്ലൈ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ ഹോൾഡറിലേക്കും കൂടി ന്യൂട്രൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വയറും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഈ കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. വൺ വേ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒരു ലൈറ്റ് ഓണായി. രണ്ടാമത് ടു വേ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈറ്റും ഓണായി. വൺ വേ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈറ്റും ഓഫായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഈ റെഗുലേറ്റർ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ലൈറ്റിനെ ഡിമ്മാക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ഓൺ ആവുകയും രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈറ്റും ഓൺ ആവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.